ഹലോ, നമ്മൾ ട്രിവാൻഡ്രം വരെ പോവാണ്. നമ്മൾ രാവിലെ 5 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. കാരണം അത്യാവശ്യം നല്ല ദൂരമുണ്ട് ട്രിവാൻഡ്രം വരെ. അപ്പോൾ നമ്മൾ പോണ വഴിക്കായിരുന്നു ജടായുപ്പാറ. നല്ല വെയിലായതുകൊണ്ട് നമ്മൾ ഇറങ്ങിയില്ല. പിന്നെ നമുക്ക് ടൈമും ഇല്ലായിരുന്നു. 10 ആകുമ്പോൾ നമ്മൾ അവിടെ 10 മണിയാകുമ്പോൾ നമ്മളവിടെ എത്തണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോയില്ല. പിന്നെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ എവിടെയെങ്കിലും ട്രിപ്പ് പോകില്ല, എവിടെയെങ്കിലും ഇറങ്ങിക്കഴിയുമ്പോൾ നല്ല വെജ് ഹോട്ടലിൽ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശയും ചൂട് കോഫിയൊക്കെ നിർബന്ധം. അത് വേറെ ലെവൽ ഫീൽ രാവിലെ വടയൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കായിരുന്നു പാർലമെൻറ്റായിരുന്നു. അത് കണ്ടപ്പോൾ നിയമസഭ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ട്രിവാൻഡ്രം പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അവിടെ സ്ട്രൈക്കൊക്കെ ഉണ്ടായിരുന്നു എന്തോ ആശാ വർക്കേഴ്സിന്. പിന്നെ ഇത് നമ്മുടെ നോയിറ്റിന് ട്രിവാൻഡ്രം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓപ്പണിംഗ് ആയിരുന്നു. അപ്പോൾ അത് അടിപൊളിയായിരുന്നു. പിന്നെ പിള്ളേരൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. ഈ പിള്ളേരൊക്കെ കിടന്ന് വൻ അലമ്പായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ കണ്ടുകൊണ്ടിരിക്കാൻ രസമായിരുന്നു. പിന്നെ നമ്മുടെ MLA വന്നു, VK പ്രശാന്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ MLA വന്നു ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്, പക്ഷേ പാവ ആളായിരുന്നു, നല്ല ആളായിരുന്നു. പിന്നെ ഈ പിള്ളേർ അത്തൂനിഹാനും വേറെ തന്നെ വൈബാണ്, നല്ല രസമാണ്. ഒരു കൂടെ ഉണ്ടെങ്കിൽ നല്ല രസം, നല്ല വൈബാണ്. ഇങ്ങനെ പാട്ടൊക്കെ ആയിട്ടും ഗെയിമൊക്കെ ആയിട്ടും. ഇത് പിന്നെ നമ്മുടെ ഐഷൂട്ടി, ഇവളും അടിപൊളിയാണ്, മാഷാ അല്ലാ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, നല്ല ചിക്കൻ ബിരിയാണി കഴിച്ചു, നല്ല ടേസ്റ്റാണ്. ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റുമെന്ന്. കുഞ്ഞിലെ തൊട്ട് അച്ഛത്തി ഇവിടെ നേരെ ഓപ്പോസിറ്റ് ഒരു ബാറില് ഹോട്ടലിൽ മാറിപ്പോയതാ, വലിയ ഹോട്ടൽ. അന്ന് അത്തച്ചി തിരുവനന്തപുരത്തെ പറ്റിയിട്ടുള്ള അറിവ് അത്തച്ചി ഭീമാപ്പള്ളി സീഡി മേടിച്ചോണ്ട് ഭീമാപ്പള്ളിയിലായിരുന്നു ആളുകൊണ്ട്. അത്തച്ചി ഇതിന്റെ വാതിക്കല ജോലി ചെയ്തിരുന്നത് എന്നൊക്കെ ഈ ഒരു ഏരിയനെ പറ്റി ഞാൻ കേട്ടിട്ടുള്ളൂ. പിന്നെ കാലങ്ങൾക്ക് ശേഷം സ്വന്തമായ സംരംഭം ഈ ഒരു MG റോഡ് തന്നെ തുടങ്ങാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്തൊക്കെയാ നോയിറ്റിനെ പറ്റി പറ. നോയിറ്റ് എന്ന് പറയുന്നത് സേഫ്റ്റി, ഓയിൽ ആൻഡ് ഗ്യാസ്, ലോജിസ്റ്റിക്സ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെയുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്ത് കുട്ടികൾക്ക് 100% ഗ്യാരണ്ടീഡ് പ്ലേസ്മെന്റ്സ് കൊടുക്കുന്ന സ്ഥാപനമാണ് നോയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രിവാൻഡ്രം ബ്രാഞ്ചാണ് നമ്മൾ ഈ MG റോഡിൽ സ്റ്റാർട്ട് ആക്കിയിരിക്കുന്നത്. അപ്പോ എന്തെങ്കിലും കോഴ്സുകളെ പറ്റിയിട്ടോ ജോലികളെ പറ്റിയിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഭീമാപ്പള്ളിയിൽ പോയി. പണ്ടൊക്കെ ട്രിവാൻഡ്രം പോകുന്ന ഭീമാപ്പള്ളി പോകാൻ വേണ്ടി തന്നെയായിരുന്നു. കാരണം കുഞ്ഞിലേ തൊട്ട് നമ്മൾ മെയിൻ എക്സാമിനെല്ലാം ഭീമാപ്പള്ളിയിൽ പോയിട്ട് പേനയൊക്കെ ഒതിപ്പിച്ചിട്ട് അങ്ങനെയാണ് എക്സാമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. സോ എനിക്കതിലൊരു ബിലീഫുണ്ട്. സോ ഞാൻ പോയി. പിന്നെ അവിടെ ചെന്നിട്ട് അവിടുത്തെ വെളിയിൽ നിന്ന് സിപ്പൊക്കെ മേടിക്കുന്നു. അതും ഒരു മെമ്മറിയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അതും മേടിച്ചു.
അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്നാക്സൊക്കെ വൈകുന്നേരം കഴിച്ചിട്ട് നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ജസ്റ്റ് പോവാണ്. അപ്പം അവിടെ ഉള്ളവരൊക്കെ എന്നെ കാണാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. പണ്ടുള്ളതിനെക്കാട്ടിലും ഇപ്പം അവിടെ ചിലപ്പോൾ ഭയങ്കര VIP ആണ് ഞാൻ. അപ്പോൾ അവരെല്ലാം മീറ്റിംഗ് ആയിരുന്നു. അപ്പം ഞാനും അവരെ കാണാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. അപ്പം എന്നെ കണ്ടതിന് സന്തോഷമാണ് കേട്ടോ ഗുയ്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പക്ഷേ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പക്ഷേ തിരിച്ചു പോകുമ്പോൾ അതുപോലെ വിഷമമാണ്.